ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു നോർത്ത് ഇന്ത്യൻ സ്വീറ്റ് ആയിട്ടുള്ള ഗാജർ ഹൽവയാണ്, അതായത് ക്യാരറ്റ് ഹൽവ. ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഞാനിവിടെ കുറച്ച് ക്യാരറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഗാജർ ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ക്യാരറ്റ്. ഇത് സാധാരണ നോർത്ത് ഇന്ത്യയിലൊക്കെ വിൻ്റർ സമയത്ത് കിട്ടുന്ന ഒരു പ്രത്യേകതരം ക്യാരറ്റാണ്. നമ്മുടെ സാധാരണ ഓറഞ്ച് ക്യാരറ്റിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ കളർ ഉണ്ടായിരിക്കും, നീളവും കൂടുതലായിരിക്കും കേട്ടോ. മാത്രമല്ല നമ്മുടെ സാധാരണ ക്യാരറ്റിനേക്കാളും കുറച്ചും കൂടെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു ക്യാരറ്റാണ് ഇത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധാരണ ക്യാരറ്റ് വെച്ചിട്ടും ഇത് ഉണ്ടാക്കാം, പക്ഷേ ഇതിൻ്റെ ഒത്തൻറ്റിക് റെസിപ്പി എന്ന് പറയുന്നത് ഈ ഒരു ക്യാരറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ക്യാരറ്റ്സ് ഒക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് മാറ്റിവെക്കാം. പിന്നെ ഈ ക്യാരറ്റ് വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഒരുപാട് വണ്ണം കൂടിയ ക്യാരറ്റ് എടുക്കാതിരിക്കുക. ഒരുപാട് വണ്ണം ഉള്ളത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നടുഭാഗത്തുള്ള ഈ ഒരു ഭാഗം കണ്ടില്ല, അത് ഒരുപാട് ഉണ്ടാവും വണ്ണമുള്ള ക്യാരറ്റിന്. അപ്പോൾ അത് വെച്ചിട്ട് ഗാജർ ഹൽവ ഉണ്ടാക്കുന്ന സമയത്ത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഒരു മീഡിയം വണ്ണത്തിലുള്ള ക്യാരറ്റ്, നല്ല ക്യാരറ്റ്, കളറുള്ള ക്യാരറ്റ് നോക്കിയിട്ട് എടുക്കുക. ഇപ്പം നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റൊക്കെ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഗ്രേറ്ററിന്റെ മീഡിയം വലുപ്പത്തിലുള്ള ഒരു ഹോളിലൂടെയാണ് ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ 250 ml കപ്പിൽ 3 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്താണ് കേട്ടോ ഉള്ളത്. ഇനി നമുക്ക് ഹൽവ ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് പാലൊക്കെ ചേർത്ത് നന്നായിട്ട് കുറുക്കിയെടുത്ത് കുറച്ച് സമയം എടുത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ഹൽവയാണ്. അതുകൊണ്ടാണ് ചുവട് കട്ടിയുള്ള പാത്രം എടുക്കാൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. ഞാനിവിടെ 250 ml കപ്പിൽ തന്നെ 4 കപ്പ് പാല് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാച്ചിയ പാലാണെങ്കിലും കാച്ചാത്ത പാലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ സാധാരണ കാച്ചാത്ത പാലാണ് എടുത്തിട്ടുള്ളത്. പാല് എടുക്കുന്ന സമയത്ത് നല്ല കട്ടിയുള്ള, അതായത് ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം തീ കത്തിച്ച് ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ഇതുപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ നമ്മുടെ പാലൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. 1-2 തിള നന്നായിട്ട് വന്നതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ബാക്കി കുക്ക് ചെയ്താൽ മതി കേട്ടോ. ഈ ക്യാരറ്റ് ഹൽവ പല രീതിയിലും ഉണ്ടാക്കാറുണ്ട്. ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിൽ ക്യാരറ്റ് കുറച്ച് നേരം വാട്ടിയതിന് ശേഷം പിന്നീട് പാലൊഴിച്ചിട്ട് പിന്നെ പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ പെട്ടെന്ന് ഈസി മെത്തേഡായിട്ട് കുക്കറിൽ ചെയ്യുന്നവരുണ്ട്. നമ്മളിപ്പോൾ ചെയ്യുന്നത് പാലിൽ തന്നെ നമ്മുടെ ക്യാരറ്റ് ഇട്ട് പാല് നന്നായിട്ട് വറ്റിച്ചെടുക്കുകയാണ്. ഇതിന് അത്യാവശ്യം സമയമെടുക്കും. ഒരു 45 മിനിറ്റ് മുതൽ 50 മിനിറ്റ് വരെയൊക്കെ പാല് വറ്റി വരാൻ സമയമെടുക്കും. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിൽ മാവ അല്ലെങ്കിൽ ഖോയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അതായത് പാല് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുത്ത് അവസാനം കിട്ടുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് ചേർക്കാറുണ്ട്. പക്ഷെ അതിന് പകരമായിട്ട് നമ്മളിവിടെ ഓൾറെഡി ക്യാരറ്റ് ചേർത്തിട്ട് പാൽ നന്നായിട്ട് വറ്റിച്ചെടുക്കുകയാണല്ലോ, അപ്പോൾ അതെന്തായാലും മാവ് തന്നെയാണ് ആവുന്നത്. അതുകൊണ്ട് എക്സ്ട്രാ മാവ അല്ലെങ്കിൽ ഖോയ ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നിങ്ങൾക്ക് കാണാം, നമ്മൾ ചേർത്തിട്ടുള്ള പാലിൻ്റെ ക്വാണ്ടിറ്റി നന്നായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട്. പാല് നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. ഇപ്പോൾ ഒരു 40 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് കാണാം നന്നായിട്ട് തന്നെ പാലൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പരുവത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴേക്കും പാലൊക്കെ ഒന്നുകൂടെ നന്നായിട്ട് വറ്റി വന്നോളും. ഇപ്പം നിങ്ങൾക്ക് കാണാം ആ പാലിൻ്റെ ആ ഒരു വൈറ്റ് കളറൊക്കെ മാറി ഒരു ഓറഞ്ച് കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് വേണം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് അത്യാവശ്യം നല്ല മധുരം തന്നെ ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് മധുരം കുറച്ച് മതിയെങ്കിൽ ഈ 1/4 കപ്പിനേക്കാളും കുറച്ചും കൂടെ അളവ് കുറച്ചിട്ടിടാം കേട്ടോ. പഞ്ചസാരയുടെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പഞ്ചസാര ചേർത്തിട്ടാണ് പൊടിച്ചത്, അതുകൊണ്ടാണ് ആ ഒരു കളർ കേട്ടോ. ഇനി ഇത് രണ്ടും ചേർത്ത് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ക്യാരറ്റിൽ പിടിച്ച് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്ത് ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഹൽവ നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. ഒരു ഡാർക്ക് ഓറഞ്ച് കളറായിട്ട് വന്നിട്ടുണ്ട്. അതുമാത്രമല്ല നല്ലൊരു ഷൈനിങ്ങും വന്നിട്ടുണ്ട്. ഇതാണ് ഒരു പാകം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഞാനിവിടെ കുറച്ച് മാത്രം നെയ്യിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് വറുത്തിട്ടിടുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് നെയ്യ് ചേർക്കാൻ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് കട്ട് ചെയ്തിട്ട് അങ്ങനെയും നമുക്ക് ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബദാം ഇതുപോലെ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ചേർത്ത് കൊടുത്തുള്ള നട്ട്സൊക്കെ ചെറുതായിട്ട് ഇതുപോലെ കളർ മാറി തുടങ്ങുന്ന സമയത്ത് അത് നേരെ നമുക്ക് ഹൽവയിലേക്ക് ആ നെയ്യോട് കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ
ഒരു 20 ഉണക്കമുന്തിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉണക്കമുന്തിരി നമ്മൾ നെയ്യിൽ വറക്കാതെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഗാജർ ഹൽവ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ടേസ്റ്റുമാണ് കഴിക്കാൻ. ഇത് നിങ്ങൾക്ക് ചൂടോടെയോ അല്ലെങ്കിൽ തണുപ്പിച്ചിട്ടോ ഒക്കെ കഴിക്കാം. നല്ല ചൂട് ഗാജർ ഹൽവയുടെ കൂടെ കുറച്ച് വാനില ഐസ്ക്രീമും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരാഴ്ചയൊക്കെ ഈസി ആയിട്ട് കേടുകൂടാതിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഒരുപാട് സമയം എടുക്കല്ലോ എന്ന് വിചാരിച്ച് ഉണ്ടാക്കാതിരിക്കരുത്. നിങ്ങൾക്ക് ഈ ക്യാരറ്റ് കിട്ടുന്ന സമയത്ത് എന്തായാലും ഉണ്ടാക്കുക. അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ക്യാരറ്റ് വെച്ചിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയണം. നമുക്ക് അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.